ചെല്ലരുതെന്ന്. ഉള്ള പണി മുഴുവനും നമ്മളെ കൊണ്ടെടുപ്പിക്കും. ഇവിടെയും ഒരുത്തിയുണ്ട്, കെട്ടിയവനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അവളെ ജോലി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം. കെട്ടിലമ്മ അവിടെ സപ്രപഞ്ച കെട്ടിൽ കിടന്ന് റെസ്റ്റ് ചെയ്യണമായിരിക്കും. ഇതൊരു കഷ്ടമുണ്ടോ? ഓതാ പറഞ്ഞു. ദീപേച്ചി, എന്ത് ഇതുവരെ തുണി അതൊക്കെ കഴിഞ്ഞില്ലേ? എനിക്ക് വിശക്കണം, കാപ്പി ഉണ്ടാക്കിത്താ. അയ്യോ, ഉണ്ടാക്കി തരാലോ. ഉണ്ടാക്കാനാണല്ലോ ഞാനിവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അല്ലേ ചേച്ചി, ഈ ഉണ്ടാക്കി തരാന്ന് പറയണില്ലേ എന്തോ ഒരു ഉണ്ടാക്കല് പോലെ. അതെന്തറിയാമോ, ഞാൻ ഇനി ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെസ്സാണ് അത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിനക്ക് തോന്നിയ അതൊക്കെ വിട് ചേച്ചി. ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മളെ കോളേജിലെ ലെക്ചറിലെ മറ്റേ പരമേശ്വര സാറ്, ആ സാറിന്റെ ഇളയ മോനില്ലേ, അത് അങ്ങേരുടെ അല്ല എന്ന് അങ്ങേരുടെ ഭാര്യയ്ക്ക് ഒരു സംശയം. എങ്ങനെ? സാറിന്റെ ഇളയ മോനില്ലേ, സാറിന്റെ ഇളയ അത് ആ സാറിന്റെ അല്ല എന്ന് സാറിന്റെ അല്ല എന്ന് ആ ചേച്ചിക്ക് ഒരു സംശയം. അപ്പൊ ഇത്രയും നാൾ അങ്ങേര് അവരെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ എടി, അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മളെ തെക്കേലെ ഷീബയില്ലേ, അവൾ ഇരട്ട പ്രസവിച്ച്. അപ്പൊ അവൾക്കൊരു സംശയം, ഈ ഇരട്ടയിൽ ഒന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവൂലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. എടി, പിന്നെ ഒരു കാര്യം, ഈ എല്ലാരും പറയുന്നത് കല്യാണം കഴിയണതിന്റെ അന്ന് ഇരട്ടപ്പഴം തിന്ന ഇരട്ട കുട്ടികളെ പ്രസവിക്കുമെന്ന്. യു ചുമ്മാതല്ല. അപ്പൊ ദാമോദരേട്ടന്റെ കല്യാണത്തിന് പഴം തീറ്റ മത്സരം ഉണ്ടായി കാണും. ഇയാൾക്ക് 12 മക്കളില്ലേ നേരെ ശരിയായിട്ട്. 12 ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്? ഇവിടെ ഒരുത്തനുണ്ട്, കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണ് ഇവ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് മീറ്റിങ്ങിന് സാറുമാർ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പറ്റൂലെന്ന്. ഇവിടെ അവ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ഞാൻ ഈ സാറുമാർ ആരെങ്കിലും ഇങ്ങോട്ട് മീറ്റിങ്ങിന് വിളിക്കണ? അല്ല, നീ ഇത് TV കാണായിരുന്നു? ഞാൻ വേൾഡ് കപ്പ് കാണായിരുന്നു. എന്ന് ഇന്ത്യയുടെ കളി? അയ്യോ, ക്രിക്കറ്റ് അല്ല, ഫുട്ബോള്. അതെ, അത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. എടി, എനിക്കൊരു സംശയം. എന്തോ? നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ പിന്നെ കളിക്കാരന്മാരെല്ലാം പന്ത് തട്ടി അങ്ങോട്ട് കൊണ്ടുപോകല്ല. അപ്പൊ എന്തിനടി ഈ റഫറി അതിന്റെ പുറകെ പോകണം? അയ്യോ, അത് മനസ്സിലായില്ലേ? ഇവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഈ റഫറിയെ കുറിച്ച് വല്ല നുണ പറയണുണ്ടോന്ന് പുറകെ പോയി നോക്കണതാ. എല്ലായിടത്തും നോണ, ഈ ലോകം മൊത്തം നോണ. അതെയല്ലേ? അമ്മ അമ്മ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല തരാൻ. നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, പോയി വല്ല ജോലി എടുത്ത് ജീവിക്കാന്ന്. ചേച്ചിയെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, എന്നിട്ട് ചേച്ചി സിനിമ കഴിഞ്ഞിട്ടാ ഇപ്പോഴേ ഈ വീട്ടിൽ തമ്മിൽ കിടക്കുന്നത്. ഇതാണ് ചേച്ചി വിധി എന്ന് പറയുന്നത്. എടി, നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടോ കൊടുക്കാൻ? എന്തിന്? എടി, ആരെങ്കിലും എന്നെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് അലിഞ്ഞു പോകും. ഗുഡ് മോർണിംഗ് മാഡം. നമ്മളെയാണ്. ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാറ്റാപ്പള്ളി പഴുതാര. അയ്യോ, അതൊക്കെ ഞങ്ങളുടെ വീട്ടിനകത്തുണ്ട്. വേണ്ട. പള്ളിക്കിടുന്ന പൗഡറുണ്ട്. അയ്യോ, പൗഡർ മാത്രമാക്കണ്ട. ഇത്തിരി കരിയും എഴുതി ലിപ്സ്റ്റിക്ക് വിട്ട് അപ്പുറത്തെ കോവിലിൽ കൊണ്ടുവന്ന് താലപ്പൊലിക്ക് നിർത്തും. അല്ല, ഈ ചേച്ചി കണ്ട എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അവളെ തല നിറച്ച് വേന്. വേനാണോ? വേൻ കടിക്കുള്ള മരുന്നുണ്ട്. പിന്നെ ഉറങ്ങുമ്പോ തേച്ചാ മതി. അയ്യോ, ബേൻ എപ്പോ ഉറങ്ങുന്ന എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിയുടെ അച്ഛൻ നാടുവിട്ടോയാണ്. എങ്ങനെ മനസ്സിലായത്? സ്വാഭാവികം. പാവർണ മണ്ടത്തരല്ലേ പറയുള്ളൂ. ചേട്ടാ, പിന്നെ ഈ ബാക്കിൽ ജനലുള്ള ബ്ലൗസ് ഉണ്ടോ? പിന്നെ ജനലുണ്ട്, സൈഡിൽ അലമാരയുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. എല്ലാം കൂടെ ഈ ബാഗിനകത്ത് വെച്ചേക്കില്ലേ? ആക്കിയതാണല്ലേ? എന്റെ ബാഗ് എന്ന് പറഞ്ഞ